നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ PSC പരീക്ഷകളിലും വളരെ ഇമ്പോർട്ടൻ്റായി ചോദിക്കാറുള്ള ദഹന വ്യവസ്ഥ എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ സാധിക്കും വിധത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. ദഹനം രണ്ട് വിധത്തിൽ, യാന്ത്രിക ദഹനവും രാസിക ദഹനവും. യാന്ത്രിക ദഹനം എന്ന് പറഞ്ഞാൽ ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുകയും പല്ലുകൾ ആഹാരത്തെ ചവച്ചരക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയാണ് ഈ പ്രക്രിയ സാധ്യമാക്കുന്നത്. അതായത് ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നു, പല്ലുകൾ ആഹാരത്തെ ചവച്ചരക്കുന്നു, ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ സങ്കോചത്തിലൂടെ ഈ പ്രക്രിയ സാധ്യമാകുന്നു. ഇതാണ് യാന്ത്രിക ദഹനം. രാസിക ദഹനം എന്ന് പറഞ്ഞാൽ ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘു ഘടകങ്ങളായി മാറുന്ന പ്രക്രിയയാണ്. ദഹനരസങ്ങളിൽ എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു. ഇവയുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണ യോഗ്യമായ ലഘു ഘടകങ്ങളായി മാറുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം ഇവയെല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. ആദ്യം നമുക്ക് വായയെക്കുറിച്ച് പഠിക്കാം. ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. പല്ലുകളുടെ സഹായത്തോടുകൂടി ആഹാരം ചവച്ചരക്കപ്പെടുന്നു. പിന്നീട് ഇത് ഉമിനീരുമായി കൂടിക്കലരുന്നു. വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3 ജോഡിയാണ്. വായിലെ ഉമിനീർ ഗ്രന്ഥികൾ 3 ജോഡിയാണ്. ഏതൊക്കെയാണ് ഉമിനീർ ഗ്രന്ഥികൾ? സബ്മാക്സിലറി അഥവാ സബ്മാൻഡിബുലാർ, സബ്ലിംഗ്വൽ, പരോട്ടിഡ്. സബ്മാക്സിലറി അഥവാ സബ്മാൻഡിബുലാർ, സബ്ലിംഗ്വൽ, പരോട്ടിഡ് ഗ്രന്ഥി. ഇതിൽ പരോട്ടിഡ് ഗ്രന്ഥി ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ്. ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്രന്ഥി. ഈ പരോട്ടിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ് മുണ്ടിനീര്. പരോട്ടിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ് മുണ്ടിനീര്. ഇത് പ്രധാനമായും കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നത്. ഉമിനീരിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാസാഗ്നികൾ അഥവാ എൻസൈംസ്. ഉമിനീരിലടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. സലൈവറി അമിലേസ്. ഈ സലൈവറി അമിലേസിൻ്റെ മറ്റൊരു പേരാണ് ടയലിൻ. സലൈവറി അമിലേസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടയലിൻ. സലൈവറി അമിലേസിൻ്റെ ഫങ്ഷൻ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുക എന്നതാണ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. രണ്ടാമത്തെ രാസാഗ്നിയാണ് ലൈസോസൈം. ലൈസോസൈം. ലൈസോസൈം ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന അണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ്. ലൈസോസൈം ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന അണുക്കളെ നശിപ്പിച്ചു കളയുന്നു. അടുത്ത ഘടകമാണ് ശ്ലേഷ്മം. ശ്ലേഷ്മം ആഹാരത്തെ വഴുവഴുപ്പുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്നു. ആഹാരം എളുപ്പത്തിൽ വിഴുങ്ങുന്നതിന് സഹായിക്കുന്നത് ശ്ലേഷ്മമാണ്. വായുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഗ്രസനി. വായുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഗ്രസനി. അതായത് ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി. ഈ ഗ്രസനിയിൽ നിന്നും 2 കുഴലുകൾ കാണപ്പെടുന്നു. ആഹാരം കടന്നു പോകുന്ന കുഴലിനെ അന്നനാളമെന്നും വായു കടന്നു പോകുന്ന കുഴലിനെ ശ്വാസനാളമെന്നും പറയുന്നു. ആഹാരം കടന്നു പോകുന്ന കുഴലാണ് അന്നനാളം, വായു കടന്നു പോകുന്ന കുഴലാണ് ശ്വാസനാളം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിദാനം അഥവാ എപ്പിഗ്ലോട്ടിസ്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിദാനം.
അടുത്തത് നമുക്ക് അന്നനാളത്തിനെ കുറിച്ച് നോക്കാം. അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം വഴിയാണ് ആഹാരം അന്നനാളത്തിലൂടെ കടന്നു പോകുന്നത്. അന്നനാളത്തിൻ്റെ ഈ ചലനത്തിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അന്നനാളം മാത്രമല്ല, നമ്മുടെ ദഹന വ്യവസ്ഥയിലെ മറ്റു ഭാഗങ്ങൾക്കുണ്ടാകുന്ന ചലനവും പെരിസ്റ്റാൾസിസ് തന്നെയാണ്. പെരിസ്റ്റാൾസിസ് വഴി ആഹാരം ആമാശയത്തിലേക്ക് കടക്കുന്നു. ഉദരാശയത്തിന് മുകളിൽ ഇടതുഭാഗത്തായാണ് ആമാശയം സ്ഥിതി ചെയ്യുന്നത്. ആഹാരം ആമാശയത്തിൽ തങ്ങി നിൽക്കുന്നത് 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. ഈ സമയത്തിനുള്ളിൽ ആഹാരം കുഴമ്പ് രൂപത്തിലാക്കി മാറ്റപ്പെടുന്നു. ആമാശയത്തിൻ്റെ ഭിത്തിയിലുള്ള പേശികൾ ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റിയെടുക്കുന്നു. ആമാശയത്തിന് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്: ഹൃദ്രാഗി, മുന്നഗ്രഭാഗം, ഗാത്രഭാഗം, പിന്നഗ്രഭാഗം. ആമാശയത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹൃദ്രാഗി, മുന്നഗ്രഭാഗം, ഗാത്രഭാഗം, പിന്നഗ്രഭാഗം. ഇതിൽ അന്നനാളം വന്നു ചേരുന്ന ഭാഗമാണ് ഹൃദ്രാഗി. അന്നനാളം വന്നു ചേരുന്ന ഭാഗത്തിനെയാണ് ഹൃദ്രാഗി എന്ന് പറയുന്നത്. ചെറുകുടലിലേക്ക് തുറക്കുന്ന ആമാശയത്തിൻ്റെ ഭാഗമാണ് പിന്നഗ്രഭാഗം. ചെറുകുടലിലേക്ക് തുറക്കുന്ന ആമാശയത്തിൻ്റെ ഭാഗമാണ് പിന്നഗ്രഭാഗം. ആമാശയത്തിൽ കാണപ്പെടുന്ന പേശികളാണ് വലയപേശികൾ. ആമാശയത്തിലെ പേശികളാണ് വലയപേശികൾ. ആമാശയം ഉത്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആമാശയ രസം. ആമാശയ രസത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പെപ്സിൻ. പെപ്സിൻ മാംസ്യത്തെ പെപ്റ്റോണാക്കി മാറ്റുന്നു. പെപ്സിൻ്റെ ഫംഗ്ഷൻ മാംസ്യത്തെ പെപ്റ്റോണാക്കി മാറ്റുന്നു. അടുത്തതാണ് ലിപ്പേസ്. ലിപ്പേസ് കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റുന്നു. ലിപ്പേസ് കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റുന്നു. അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന അഥവാ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പഴയകാല പേരാണ് മ്യൂറിയാറ്റിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഓക്സിജൻ ഇല്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്പാദിപ്പിക്കുന്ന ആമാശയത്തിലെ കോശങ്ങളാണ് ഓക്സൻറ്റിക് കോശം അഥവാ പറൈറ്റൽ കോശം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്പാദിപ്പിക്കുന്ന ആമാശയത്തിലെ കോശങ്ങളാണ് ഓക്സൻറ്റിക് കോശം അഥവാ പറൈറ്റൽ കോശം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം എന്നത് 1-നും 3-നും ഇടയിലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം 1-നും 3-നും ഇടയിലാണ്. പെപ്സിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ pH ആണ് 1.8. പെപ്സിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ pH ആണ് 1.8. ആമാശയത്തിൽ പെപ്സിനോജൻ എന്ന നിഷ്ക്രിയ രാസാഗ്നി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രാസപ്രവർത്തന ഫലമായാണ് പെപ്സിനായി മാറ്റപ്പെടുന്നത്. പെപ്സിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പെപ്സിൻ മാംസ്യത്തെ അഥവാ പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്നു. പെപ്സിൻ ആദ്യം പെപ്സിനോജൻ എന്ന നിഷ്ക്രിയ രാസാഗ്നിയായാണ് ആമാശയത്തിൽ കാണപ്പെടുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തന ഫലമായാണ് പെപ്സിനോജൻ പെപ്സിനാക്കി മാറ്റപ്പെടുന്നത്. ഈ പെപ്സിനാണ് മാംസ്യത്തെ പെപ്റ്റോണാക്കി മാറ്റുന്നത്. പാല്യമാംസ്യം അഥവാ കേസീനെ വിഘടിപ്പിക്കാൻ ആവശ്യമായ രാസാഗ്നിയാണ് റെനിൻ. പാലിലെ മാംസ്യമാണ് കേസീൻ. ഈ കേസീനെ വിഘടിപ്പിക്കാൻ ആവശ്യമായ രാസാഗ്നിയാണ് റെനിൻ. ഇത് കുഞ്ഞുങ്ങളുടെ ആമാശയരസത്തിൽ കാണപ്പെടുന്ന രാസാഗ്നിയാണ്. കുഞ്ഞുങ്ങളുടെ ആമാശയരസത്തിൽ കാണപ്പെടുന്ന രാസാഗ്നിയാണ് റെനിൻ. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അസിഡിറ്റി കൂടിയുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് ആമാശയ വ്രണം അഥവാ അൾസർ. കൃത്യമായ ആഹാരം കഴിക്കാത്തത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അൾസർ അഥവാ ആമാശയ വ്രണം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ധർമ്മം എന്നത് ദഹനത്തിന് ആവശ്യമായ pH ക്രമീകരിക്കുക, അതുപോലെ ആഹാരത്തിലെ അണുക്കളെ നശിപ്പിക്കുക എന്നതാണ്.
ദഹനത്തിന് ആവശ്യമായ pH ക്രമീകരിക്കുന്നു, ആഹാരത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നു. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നിർവീര്യമാക്കുന്നതിനു വേണ്ടി ആമാശയത്തിലെ കോശങ്ങൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഘടകമാണ് ബൈകാർബണേറ്റ്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നിർവീര്യമാക്കാൻ ആമാശയത്തിലെ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഘടകമാണ് ബൈകാർബണേറ്റ്. അടുത്ത ഘടകമാണ് ശ്ലേഷ്മം. ശ്ലേഷ്മം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നതാണ് ശ്ലേഷ്മം. ആമാശയ രസത്തിലെ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്: പെപ്സിൻ, ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ദഹന വ്യവസ്ഥയിലെ വായ, അന്നനാളം, ആമാശയം എന്നീ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ.